ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നലെ ടൊവിനോ തോമസിന്റെ ഒരു ഇന്നലെ രാത്രി ടൊവിനോ തോമസിന്റെ ഒരു പുതിയ സിനിമയുടെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. ജീൻ പോൾ, അതായത് ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന ഒരു പുതിയ സിനിമയാണ്. ഭാവന, സോബിൻ, അങ്ങനെ എനിക്ക് അട്രാക്ഷൻ തോന്നിയത് ഭാവന എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ടീമിലുള്ള മിക്കപ്പ് എല്ലാ സിനിമയിലും ഹണിബിയിലുണ്ട്. അങ്ങനെ പ്രത്യേക ഒരു ടീം വൈബ് തന്നെയാണ്. ഹണിബി 2 ആണെങ്കിലും ഹണിബി ആണെങ്കിലും പിന്നെ ലാൽ ജൂനിയറിന്റെ ഏത് മൂവീസ് ഉള്ളത്? സുനാമി, പിന്നെ കിങ് ലയർ. എനിക്ക് നല്ല സിനിമയായിരുന്നു അതൊക്കെ. അപ്പൊ അതെ, സിനിമ നമുക്ക് ട്രെയിലർ നോക്കിയാലോ? Roll camera. Roll it fast. All passengers to kindly remain seated and fasten their seatbelts. Action. പക്ഷെ സർക്കാർ ഈ തൊപ്പിയും കാക്കി അണിയിച്ച് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് എനിക്ക് മുമ്പ് വന്ന ചില ഊച്ചാളി പോലീസുകാരെ പോലെ സാറിന് ക്ഷൗരം ചെയ്യാനാണ്. മുഹമ്മദ് സക്കീർ ഇസ് ഇൻഫ്ലേബിൾ, ഹൈലി ഇൻഫ്ലേബിൾ. താങ്കൾ സെറ്റിലൊക്കെ വന്ന് അലമുണ്ടാക്കുന്ന ഒരാളാണെന്ന് പൊതുവെയുള്ള സംസാരം. ദൗർഭാഗ്യവശാൽ എൻ്റെ സിനിമാ സഹപ്രവർത്തകനായ ഒരു സഹോദരന്റെ കാലിൽ ചെറിയൊരു പൊട്ടലുണ്ട്. അന്ന് കാർ ഓടിച്ചിരുന്നത് ഞാനായിരുന്നില്ല. ഇൻസെൻസിറ്റീവ് സെൽഫ് ഓക്യുപൈഡ് പ്രിക്. ഈ കർമ്മ എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ടല്ലോ, അത് സത്യം. ആസ് ആൻ ആക്ടർ ഞാൻ എങ്ങനെയുണ്ട്? മെഡിക്കൽ റപ്പോ ഫീൽ എവിടെ? ഞാൻ നാട്ടിൽ ചെന്നിട്ട് മാസ്റ്റർ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാം, അല്ലാണ്ട് ആക്ടിംഗ് ഒക്കെ ആയിട്ട് പഠിക്കണോ? ഗുഡ് മോർണിംഗ്, ഞാൻ പഠിക്കാൻ. എന്റെ ആദ്യത്തെ 3 പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരുന്നോ? ഒരെണ്ണം ഇൻഡസ്ട്രി ഹിറ്റും. അത് ചെയ്തു ഞാൻ തന്നെയല്ലേ? ആദ്യത്തെ 3 സൂപ്പറായിരുന്നു. താൻ എന്ന് സൂപ്പർ സ്റ്റാറായി അന്ന് തന്റെ പണി പാളി. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ചരിത്രമാണ്. സ്റ്റാലിൻ സ്വാസ്കി, ബോളോസ്ക്വാസ്കി, ആശാമര തട്ടകം, അതൊരാൾക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. താൻ ഈ അടുത്തൊന്നും ചെയ്തല്ല അവസാനമായിട്ട് അയ്യേ എന്താണ് സിംഹാസനം. സിംഹാസനം എന്റെ അമ്മോ, അതൊന്നും ഒരാൾക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ചില സിനിമകളിലൊക്കെ ലാലേട്ടൻ വിരലുകൊണ്ട് അഭിനയിക്കുന്നു എന്നൊക്കെ പറയണം. അങ്ങനത്തെ ഐറ്റംസ് അല്ലേ? അങ്ങനെ സ്കോപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അത് ഈ സീനിലല്ല, സ്കോപ്പ് വന്നിട്ടൊന്ന് പറഞ്ഞു. സീരിയസ് ആയിട്ടൊരു കാര്യം ഈ സീനിലല്ലടാ. എനിക്ക് എനിക്ക് തോന്നുന്നു മിന്നൽ മുരളിക്ക് ശേഷം ടൊവിനോന്റെ ഒരു സൂപ്പർ ലെവൽ, ഒരു നെക്സ്റ്റ് ലെവൽ ഒരു ഹിറ്റ് വരാനും ചാൻസ് ഉള്ള ഒരു സിനിമയാണ്. ഹൈ എക്സ്പെക്ടേഷൻ ആണ് സിനിമയിലുള്ള സിനിമ. അതെ, അങ്ങനെ വരുന്ന മൂവീസ് ഒക്കെ ആ ഒരു ഹൈ റേഞ്ചിന് നിൽക്കാറുണ്ട്. ഒരിക്കലും അത് മോശമായി പോവാറില്ല. പിന്നെ നമ്മളെ സരോജ് കുമാർ അങ്ങനെ ആ ഒരു ലെവലാണോ എന്ന് അറിയില്ല. പുള്ളി ഒരു സൂപ്പർ സ്റ്റാർ ലെവലിൽ എത്തിയിട്ട് പിന്നീടുള്ള ഈഗോ ക്ലാഷും അതൊക്കെ പിന്നെ സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു കഷ്ടപ്പാട്. പൃഥ്വിരാജ് ഇങ്ങനെ എപ്പോഴും ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഫസ്റ്റ് ഫിലിം കിട്ടാൻ അല്ലെങ്കിൽ ചാൻസ് കിട്ടാൻ എല്ലാവരും കഷ്ടപ്പെട്ടാണ് കിട്ടുന്നത്. നെപ്പോ കിഡ്സിന് എളുപ്പമാണ്, പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ഉള്ള ഒരു ആക്ടറെ പോലെ എനിക്ക് തോന്നി. പിന്നെ അതില് സോബിൻ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, നിങ്ങൾ എന്നൊരു സൂപ്പർ സ്റ്റാർ ആയി അതോടെ നിങ്ങളുടെ പഠനം തുടങ്ങി. അപ്പൊ അതൊരു ത്രെഡാണ്. പിന്നെ ഭാവനയുണ്ട്. ഭാവന നമ്മുടെ ഭാവനന്റെ എനിക്ക് തോന്നുന്നു ലാൽ ജൂനിയറിന്റെ മിക്ക സിനിമയിലും ഭാവന ഉണ്ടാവാറുണ്ട്. നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡയറക്ടർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടും തിയേറ്റർ വാച്ച് ആയിരിക്കും അത് എനിക്ക് തോന്നുന്നുണ്ട്. ആക്ഷൻസും ആ ഒരു കളർഫുൾ വൈബ് വൈബുള്ള എനിക്കൊന്ന് ഹണിബി 2 എല്ലാത്തിനും അതേ ഒരു ഇതായിരുന്നു. നമ്മള് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന പോലത്തെ ഒരു സിനിമയായിരുന്നു. എന്തായാലും ഇനി കോമഡി ഉണ്ടാവും, ബാലു വർഗീസ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള എനിക്ക് തോന്നുന്നു എല്ലാം കൂടിയിട്ടുള്ള ഒരു മിക്സ് ആയിരിക്കും ഈ സിനിമ. അതുകൊണ്ട് എന്തായാലും നമ്മൾ എക്സൈറ്റഡ് ആണ് ഈ സിനിമ കാണാൻ. May 3 അധികം വെയിറ്റ് ചെയ്യണ്ട. അപ്പൊ നമ്മളത് കണ്ടിട്ട് അതിന്റെ റിവ്യൂ കൂടെ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ see you for the next video. Bye. Bye.